ஏற்கனவே தாமதப்படுத்தப்பட்டுள்ள தேசிய மக்கள் தொகை கணக்கெடுப்பை ஒன்றிய அரசு உடனடியாக தொடங்க வேண்டும் என்றும், அத்துடன் சாதி வாரியான மக்கள் தொகை கணக்கெடுப்பையும் சேர்த்து நடத்த வேண்டும் என்றும் இந்த பேரவை வாயிலாக പിൻവരും തീരുമാനത്തെ ഞാൻ മുൻമൊഴിയ വിരുമ്പുകയാണ്. രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തണമെന്ന് തമിഴ്നാട് നിയമസഭയുടെ പ്രമേയം. സ്റ്റാലിൻ തുടങ്ങിവെച്ച ഈ നീക്കം ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുമോ? തമിഴകത്ത് ജാതി സെൻസസ് വേണമെന്ന മുറവിളി തുടങ്ങിയിട്ട് നാളുകളായി. ഭരണകക്ഷിയായ DMK-ക്കും ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. NDA സഖ്യകക്ഷിയായ പാട്ടാളി മക്കൾ കക്ഷി വണ്ണിയാർ സമുദായത്തിന് ഉപസംവരണം ആവശ്യപ്പെട്ടതോടെയാണ് വീണ്ടും ജാതി സെൻസസ് ചർച്ചകളിൽ ഇടം പിടിച്ചത്. ഇത്തരത്തിൽ സംവരണം ഏർപ്പെടുത്തണമെങ്കിൽ ജാതി സെൻസസ് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ കൂടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് PMK-യോട് സ്റ്റാലിന്റെ മറുപടി. നാം തുടർന്ന് കോരിക്കை வைப்பது மக்கள் தொகை கணக்கெடுப்பை மட்டுமல்ல, அத்துடன் சேர்த்து சாதிவாரி கணக்கெடுப்பையும் உடனடியாக தொடங்க வேண்டும் என்று வலியுறுத்தி கடந்த 22/10/2023 மாண்புமிகு இந்திய பிரதமர் அவர்களுக்கு நான் കടിതം എഴുതിയുള്ളேன். ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിൽ ഗ്രാന്റ് അനുവദിക്കണമെന്ന ചർച്ചയിലാണ് വിഷയം ഉയർന്നു വന്നത്. വണ്ണിയർ സമുദായത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും 10.5% പ്രത്യേക സംവരണം നടപ്പാക്കണമെന്നാണ് പാട്ടാളി മക്കൾ കക്ഷിയുടെ ആവശ്യം. PMK നിയമസഭാ കക്ഷി നേതാവ് GK മണിയാണ് സംവരണാവശ്യം കടുപ്പിച്ചത്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടത്തിയതുപോലെ എന്തുകൊണ്ട് തമിഴ്നാട് ജാതി സെൻസസ് നടത്തുന്നില്ല എന്നതായിരുന്നു ചോദ്യം. അതിനുള്ള സ്റ്റാലിന്റെ മറുപടി കൂടിയാണ് ഇന്നത്തെ പ്രമേയം. ഇന്ത്യയിലെ ഓരോ പൗരനും വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ, തൊഴിൽ എന്നിവയിൽ തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുന്നതിന് നയങ്ങൾ രൂപീകരിക്കുന്നതിനായി ജാതി അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ സെൻസസ് അത്യന്താപേക്ഷിതമാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. ഇതിനായി 2021 മുതൽ നടത്തേണ്ടിയിരുന്ന സെൻസസ് ജോലികൾ ഉടൻ തുടങ്ങണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെടുന്നു. AIADMK അംഗങ്ങളുടെ അഭാവത്തിലാണ് പ്രമേയം പാസ്സായത്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന് മേൽ ഉയർന്ന ആവശ്യം കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്ന സ്റ്റാലിൻ ട്രിക്കാണ് തമിഴ്നാട്ടിൽ കണ്ടത്. BJP അടക്കമുള്ള പാർട്ടികളും സ്റ്റാലിന്റെ പ്രമേയത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ വണ്ണിയർ സമുദായത്തിന് നൽകാൻ തീരുമാനിച്ച പ്രത്യേക സംവരണം കോടതികൾ റദ്ദാക്കിയിരുന്നു. മുൻ AIADMK സർക്കാർ കൊണ്ടുവന്ന പ്രത്യേക കോട്ട സമുദായത്തിന്റെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക വികസനം എന്നിവയെക്കുറിച്ചുള്ള ശരിയായ പഠനത്തിന്റെ അഭാവമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കപ്പെട്ടത്. സമാനമായി ബീഹാറിലും കോടതിയുടെ ഇടപെടലുണ്ടായി. ഇതൊഴിവാക്കാനാണ് ജാതി സെൻസസ് ദേശവ്യാപകമായി വേണമെന്ന ആവശ്യം സ്റ്റാലിൻ കടുപ്പിക്കുന്നത്. വരാനിരിക്കുന്ന സെൻസസിന്റെ കൂടെ ജാതി തിരിച്ചുള്ള കണക്ക് കൂടിയെടുക്കണം. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെയും പ്രധാന മുദ്രാവാക്യമായിരുന്നു ജാതി സെൻസസ്. കോൺഗ്രസ് ആകട്ടെ പ്രകടന പത്രികയിലടക്കം ഉൾപ്പെടുത്തുകയും ചെയ്തു. അധികാരത്തിലെത്തിയാൽ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്ന ആദ്യ ദൗത്യം ജാതി സെൻസസ് ആണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ വാക്കുകൾ. BJPയുടെ പടയോട്ടത്തിന് ഒരു പരിധിവരെ തടയിടാൻ ജാതി സെൻസസ് മുദ്രാവാക്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് UP-യിലേതടക്കം ജനവിധി തെളിയിക്കുന്നത്. ബീഹാറിൽ നിതീഷ് കുമാറിന് പോറലേൽക്കാതിരുന്നതിന് പിന്നിലും ജാതി സെൻസസ് തന്നെയാണ് മുഖ്യ ഘടകം. സ്റ്റാലിൻ തുടങ്ങിവെച്ച ഈ സമ്മർദ്ദം പ്രതിപക്ഷ സഖ്യം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സംവരണ വിഷയങ്ങളിലൂന്നിയുള്ള പ്രചാരണം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് തിരിച്ചറിഞ്ഞ BJPയുടെ നീക്കവും ഇനി കരുതലോടെ തന്നെയായിരിക്കും.